ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ്. അതിലിപ്പോൾ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെ അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞൊരു കാര്യം അത് ഒരിക്കലും ഒരു സമാധാനത്തിന് വഴിവെക്കുന്ന ഒരു കാര്യമല്ല. യുദ്ധം എന്ന് പറയുന്നത് അതിപ്പോ എന്തിന്റെ ഒരു പേരിനകത്താണെങ്കിൽ യുദ്ധം എപ്പോഴും എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രം ഉണ്ടാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ രീതിക്ക് നമ്മുടേതായ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ ജീവിച്ചു പോകണേ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാണ്ട്. അപ്പൊ ആ ഒരു നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഒരാൾ ഇങ്ങനെ കടന്നു വന്നെയാണ്. അപ്പൊ അങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് അയാളെ നമ്മൾ ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കുക തന്നെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടെയാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഇന്ത്യ പാക് യുദ്ധത്തിനകത്ത് ഞാൻ ഒരിക്കലും ഈ കുറെ എണ്ണങ്ങൾ ഞാൻ കണ്ട്, ഇന്ത്യനെ എതിർത്ത് പറയുന്ന കുറെ എണ്ണങ്ങൾ ഞാൻ ഈ ഒരു വിഷയത്തിനകത്ത് കണ്ട്. അവരെ പോലുള്ളവരൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം എന്താണ്, ഈ ഒരു വിഷയത്തിനകത്ത് നമ്മൾ ഇന്ത്യയുടെ കൂടെ നിൽക്കണം. കാര്യം ഇന്ത്യ ചെയ്യുന്നതിനകത്ത് ഇവിടെ യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കണ്ടിട്ട്. കാര്യം നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അത്രത്തോളം തലവേദനയായിട്ട് ഇവർ വന്നപ്പോഴാണ് നമ്മുടെ ഇതിനകത്തേക്ക് കടന്നു കയറി വന്നപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവിടെ കുട്ടികളുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പലരും പറയുന്നത്. അപ്പൊ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇവരൊന്നും ഇല്ലേ? അതായത് നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ നിരപരാധികളായിട്ടുള്ള ആൾക്കാരും അതേപോലെ കുട്ടികളും അതൊന്നും ഇവിടെ ഇല്ലേ എന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം നോക്കി നമ്മൾ, അതായത് ഇങ്ങോട്ട് ഒരു കാരണത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറു കാരണവും കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന രീതിക്കുള്ള സംഭവങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനൊന്നും എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം, നമ്മൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാൽ തന്നെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എവിടെയാണോ അറ്റാക്ക് ചെയ്യേണ്ട ആ സ്ഥലത്തൊക്കെയാണ് അറ്റാക്ക് ചെയ്തേക്കണം. അല്ലാണ്ട് തോന്നുന്ന സ്ഥലത്ത് ഇപ്പൊ എല്ലാ ആൾക്കാരും കൂടി ഇരിക്കെ അവിടെ കൊണ്ടുപോയി ഇടുന്ന അങ്ങനത്തെ പരിപാടി അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിനകത്തും ഞാൻ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും ഈ ഒരു വിഷയത്തിനകത്ത്. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ പിന്നെ അത് ആരതി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്കെതിരെ ഭയങ്കര രീതിക്കുള്ള ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരിയുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ ഇപ്പൊ കുറെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിംഗ് മൊമെന്റ്. നമ്മളായിട്ട് ഇപ്പൊ നമുക്ക് തീവ്രവാദികളെ പോയി തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെ പോലത്തെ ഇന്നസെന്റ് പീപ്പിളിനെതിരെ വരുന്നതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എന്റെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അടിക്കണതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതിപ്പോ ഈ പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പറയുള്ളൂ. എന്നിട്ട് ഇതിന്റെ അടിയിൽ ഇപ്പൊ ഈ പുള്ളിക്കാരി ആ ഒരു സമയത്ത് ഇങ്ങനെ അച്ഛൻ മരിച്ചപ്പോ കരഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിക്കുള്ള അങ്ങനത്തെ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരിക്കെതിരെ അനാവശ്യമായിട്ട് വന്ന് അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയാണ് തിരിച്ചടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു അറ്റാക്കാണ്. തീരുമാനിച്ചൊക്കെ ചെയ്തതാണ്. ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ഒരു പൗര എന്ന് പറഞ്ഞതിനപ്പുറം എന്താണ് പറയാനുള്ളത്? എനിക്ക് പൗരയായിട്ട് തന്നെ പറയാനുള്ളൂ. എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഈ മൊമെന്റിൽ ഇന്ത്യൻ ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇത് കൂടുതൽ എനിക്കിനി ഒന്നും പറയാനോ ഇല്ല. ഓക്കെ, അപ്പൊ പൗരയായിട്ട് എങ്ങനെയാ ആദ്യം തന്നെ പുള്ളിക്കാരിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ്, എന്നിട്ട് പിന്നെ പൗരയായിട്ട് എന്താണ് പറയാനുള്ളത്, ഇനി സ്ത്രീ ആയിട്ട് എന്താണ് പറയാനുള്ളത്, അങ്ങനെ പല രീതിക്ക് നമ്മുടെ മാധ്യമക്കാർ ചോദിക്കുന്നുണ്ട്. ബാക്കിയാണ് ഇതില് ഇപ്പം ഈ സ്ഥലത്ത് പോയ ഒരാൾ കൂടിയാണ്. അപ്പം എന്താണ് ആ സ്ഥലത്തിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു അറ്റാക്കിന് എന്താണ് ആ സ്ഥലത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് അറ്റാക്ക്? എന്തൊക്കെ ചോദ്യമാണ് ഇവർ ചോദിക്കണത്? അതിനെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. എനിക്ക് അത്രയുള്ള ഇതൊന്നുമില്ല. ലൈക്ക് ആകെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പൊ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണുന്നത്. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെന്റ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം.
അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞാൻ. പുള്ളിക്കാരി ആ ഒരു ചോദ്യത്തിനും ക്ലിയർ ആയിട്ടുള്ള മറുപടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്ത്യ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ ഒരു കാര്യത്തിനകത്തൊക്കെ ഇന്ത്യനെ ഞാൻ ഫുൾ സപ്പോർട്ട് തന്നെയാണ്. അതിപ്പം നമ്മൾ ഏതൊരു കാര്യത്തിനകത്താണെങ്കിലും ഇപ്പം ഈ ഒരു സർക്കാരിനെയൊക്കെ എതിരെ നമുക്ക് പല രീതിക്കുള്ള വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവർ പക്കയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു പക്ഷത്തു കൂടെ പോകുമ്പോഴാണ് വേറൊരു പക്ഷത്ത് പല രീതിക്കുള്ള കമന്റുകളോളിസിന്റെ, അതായത് കമന്റുകളാണ്. അപ്പൊ ഇവരിങ്ങനെ കമന്റ് ഇട്ടിട്ട്, അതായത് ഓരോ ഹെയ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം ഈ പുള്ളിക്കാരിക്കെതിരെയുള്ള പല ഹെയ്റ്റുകളുണ്ട്, പിന്നെ നമ്മുടെ ലാലേട്ടനെതിരെയുള്ള പല ഹെയ്റ്റുകളും. അതായത് ലാലേട്ടൻ മറ്റേ ഇത് ഉണ്ടായ നമ്മുടെ എമ്പുരാൻ ഇറക്കി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരനെ പിടിച്ച് ഇവര് വേറെ മറ്റേ തീവ്രവാദിയൊക്കെ ആക്കി, അതേ പുള്ളിക്കാരനെയും അതേപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിനെയൊക്കെ തീവ്രവാദിയും കാര്യങ്ങളൊക്കെ ആക്കി. അവസാനം ഇപ്പൊ പുള്ളിക്കാരൻ മറ്റേ സിന്ദൂർ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ കവറും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോഴത്തേക്കും പിന്നെ അതിനെതിരെ, അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ഉള്ള രീതിക്കുള്ള പല കമന്റുകളും ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതേപോലുള്ള പല കമന്റുകളും പിന്നെ സ്റ്റോറികളും കുറേയൊക്കെ പലരും ഇടുന്നുണ്ട്. അതായത് റിയാസ് സലീമൊക്കെ സ്റ്റോറി ഇട്ട്, പിന്നെ വേറെ പലരും ഇടുന്നുണ്ട്. ഈ റിയാസ് സലീം ഇട്ട് ഈ ഒരു സ്റ്റോറിനകത്ത് റിയാസ് സലീം ഈ ഇസ്രായേൽ പലസ്തീൻ ആ ഒരു യുദ്ധവും അതും ഇതൊക്കെ ആയിട്ട് ഇവർ കണക്ട് ചെയ്യുന്നുണ്ട്. അതും ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു വിഷയത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി നമ്മൾ അത്രയും ചൊറിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ അങ്ങോട്ട് തിരിച്ചടിച്ചത്. അല്ലാണ്ട് വെറുതെ ഇരുന്ന പാകിസ്ഥാൻ അങ്ങോട്ട് വെറുതെ അടിക്കുക അങ്ങനത്തെ ഒന്നുമല്ല ഇവിടെ ഉണ്ടായേക്കണം. നമ്മൾ അത്രത്തോളം സഹി കെട്ടപ്പോഴാണ് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തേക്കണം. അപ്പൊ അതിനകത്ത് യാതൊരു തെറ്റും അതും ഇതുമായിട്ട് എങ്ങനെയാണ് ഇവർ കമ്പയർ ചെയ്യാൻ പറ്റണതെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ റിയാസിന്റെ ഒക്കെ മെന്റാലിറ്റി എന്താണ്, ഇവരൊക്കെ എങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലാവുള്ള, സത്യമായിട്ട് മനസ്സിലാവുള്ള. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.